നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഓരോ തിരഞ്ഞെടുപ്പുകളുടെ ഫലം വരുമ്പോഴും കാവിപ്പടക്കി കരുത്തേറുകയാണ്. എല്ലാ ഫലങ്ങളും തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും തന്നെ വിജയം ആഘോഷിക്കുന്നത് BJP ആണ്. ചെറിയൊരു നിറമങ്ങൽ ലോക്സഭ ഇലക്ഷൻ ഉണ്ടായെങ്കിലും അതിന്റെ എല്ലാ കേടുകളും തീർക്കുകയാണ്. ഈ അവസാനം ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും റിസൾട്ട്, ഛത്തീസ്ഗഡിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. വലിയ വിജയം BJP കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ എന്ന് ചോദിച്ചതുപോലെ 2014 രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒരു യാഗാശ്വത്തെ ഇറക്കി വിട്ടു. ആ യാഗാശ്വത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നായിരുന്നു. ആ യാഗാശ്വത്തെ പിടിച്ചു കെട്ടുവാൻ ഒരാൾക്കും ഇതുവരെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളും വളരെ മികവോടുകൂടി വിജയിക്കുന്നു. കൃത്യമായ സംഘടനാ സംവിധാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് അവരുടെ ഹൃദയം കവരാൻ കാവിപ്പടയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഡൽഹി തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് ഫലം വന്നു. ഛത്തീസ്ഗഡിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 10ൽ 10ഉം BJP നേടി. 10ൽ 10ഉം BJP നേടി എന്നുള്ളതാണ്. നഗർപാലിക, മുനിസിപ്പൽ കൗൺസിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റി, അതിൽ മൊത്തം 49 എണ്ണമാണ്. അതിൽ 35 എണ്ണം BJP നേടി. കേവലം 8 എണ്ണം മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. 5 എണ്ണം സ്വതന്ത്രർ. നഗർ പഞ്ചായത്തുകൾ, നമ്മളെ ഗ്രാമപഞ്ചായത്തുകൾ പോലെ നഗർ പഞ്ചായത്തുകളിൽ മൊത്തം 114, അതിൽ 81 എണ്ണവും BJP നേടി. കോൺഗ്രസിന് 22, BSP 1, സ്വതന്ത്രർ 10. അങ്ങനെ എല്ലാ മേഖലകളിലും BJP ഒരു വലിയ വിജയം കരസ്ഥമാക്കുകയാണ്. പക്ഷെ കൃത്യമായൊരു തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഇല്ലാതെ, തന്ത്രങ്ങളില്ലാതെ, പൊളിറ്റിക്കൽ വിഷൻ ഇല്ലാതെ കുരുടന്മാരെ പോലെ ഇടറി നടക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാഹുൽ ഗാന്ധിയെ പോലൊരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയക്കാരനല്ലാത്ത നേതാവിനെ മാതാപിതാക്കൾ, നമുക്കറിയാം, ചില മാതാപിതാക്കൾ ഒരു കഴിവുമില്ലാത്ത കുട്ടിയെ ഡാൻസ് ചെയ്യാൻ വേദിയിലേക്ക് കയറ്റി വിടുന്നത് പോലെ കോൺഗ്രസിന്റെ അണികളും ചില വൃദ്ധ നേതൃത്വവും ആ നേതാവിനെ, രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ തള്ളിവിടുകയാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലവിൽ ഒരു കഴിവുമില്ല എന്ന് പറയട്ടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നേതൃത്വത്തെ കുറിച്ച് അവർ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. എന്തായാലും ഈ ഫലം ഒന്നുകൂടി നമുക്ക് കാണാം. BJP വിജയങ്ങൾ നേടുന്നത് തന്ത്രങ്ങൾ കൊണ്ടാണ്, സംഘടനാശേഷി കൊണ്ടാണ്. ആ സംഘടനാശേഷി ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, അഴിമതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അഴിമതി എന്നത് തങ്ങളുടെ ഭരണത്തിൽ ഒരു ആരോപണമായി പോലും വരരുതെന്ന് BJP കൃത്യമായിട്ട് നയിക്കുന്നത് കൊണ്ടാണ്. ആ BJPയെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ സ്വയംസേവകം എന്ന ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന, നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സാംസ്കാരിക സംഘടന RSS ഉള്ളത് കൊണ്ടാണ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയോടുകൂടി, ഒത്തൊരുമയോടുകൂടി BJPയുടെ കരുത്തേത്, അവരുടെ കരുത്തില്ലായ്മ ഏത് എന്ന് പഠിച്ചുകൊണ്ട് കേവല ഹിന്ദു വിരോധം, BJP സംഘപരിവാർ വിരോധം പറയുന്നതിൽ ഹിന്ദു വിരോധം പറയാതെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേ കണ്ണോടുകൂടി കണ്ട് BJPയെ വിമർശിക്കുക എന്നതിലൂടെ ഹിന്ദു ധർമ്മത്തെ വിമർശിക്കാതെ BJPയെ രാഷ്ട്രീയപരമായി വിമർശിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാക്കിയാൽ ഭാവിയിലും തിരിച്ചു വരാൻ കഴിയും. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.